സാരേക്കാൾ ശരിയാവും. മറ്റേ വിഷയമാണ് പിന്നെ നമ്മള് സ്വർണത്തിൽ തിളങ്ങുന്ന ഉയർന്നു വാ. മോട്ടിവേഷനാടാ. വരുന്നവരുണ്ട്. എന്ത് സാധനമാണ് പാട്ടുപാടിയിലൊന്നും ആവൂലട്ടോ കൂട്ടാരാ. അതൊന്നും ഇനി പൊങ്ങൂല. This is a simulation game set in a virtual world and does not stay free. അതൊക്കെ അടിച്ചു പോയി എന്റെ Breaks and play. കാര്യം 10 പൈസ കഴിഞ്ഞും നമ്മൾ 30 ബാക്കിയാ. ബാക്കി പറ. ബാക്കി കൂടി പറ. കാര്യം 10-30 വയസ്സായെങ്കിലും എന്നൊക്കെ 31 വയസ്സുണ്ട്. ഈ വർഷം 32 ആവാന്. എന്നിട്ടാണ് കഥ പറയണിരുന്നിട്ട്. കാര്യം നമ്മ ചെറുപ്പക്കാരാണെങ്കിലും അങ്ങനെയല്ലല്ലോ എന്നല്ലേ. നിന്റെ വീടെവിടെയാണ് എന്റെ ആകെ ശരിക്കും? എടപ്പള്ളി എടപ്പള്ളിയിൽ എവിടെയാണ്? പോണേക്കരെ. പള്ളി നമ്മുടെ പള്ളിയില് പള്ളിയുടെ ബാക്ക് സൈഡ് തന്നെ വീട്. പോണേക്കര മതി. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി പുതിയ വീട് വെച്ചപ്പോ ജസ്റ്റ് പണിതുള്ളൂ. 30. നിന്നെ വെട്ടിച്ചേണ്ടല്ലോ. കയറി പോകണ്ടോ വളരെ വിഷയവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സീസൺ തീരുമാനം കേടി ഒരു കേടിക്ക് മേലെ അയക്കുന്നാണ്. ഇവിടെ ഈ കളം പിടിക്കണോടാ. ഇവിടെ ഇറങ്ങാം. ഫ്രണ്ടിൽ തന്നെ ഇറങ്ങാം. കുണ്ടന്മാര് വന്നിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകും. പറന്നാ മതിയുടെ വിഷയമൊന്നുമില്ല. ഇറങ്ങുമ്പോ തന്നെ അങ്ങോട്ട് പറന്നാ മതി. ഒത്തിക്കൊണ്ട് പറന്നാ മതി. അത് കുഴപ്പമില്ല. എന്തെങ്കിലൊക്കെ ഒരു കണ്ണ് കിട്ടിയില്ല നിനക്ക്? ലൈഫ് ഒന്നും ഇല്ലടാ. അതേ വേറെ ഫ്രണ്ടിൽ കിടപ്പുണ്ട സൽമാൻ. എടുത്തോ നീ. വാ ഇങ്ങോട്ടോ. ഇന്ന് അവിടെ ഞാൻ തരാം. എന്നാ ഓ എനിക്കിപ്പോ കിട്ടും. അവിടെ തന്നെ ഇറങ്ങട്ടെ. നീ ഇവിടെ ഇല്ലല്ലേ? ഇവിടെ വേണ്ടടാ. ആരും ഇറങ്ങിക്കോ. നമുക്ക് ഗ്രോണസ് പിടിക്കട്ടെ. ഗ്രോണസ് പിടിക്ക്. ഗ്രോണസ് ഓട്ടെ. അവിടെ കിടന്ന് കന്നം തിരുവാണിച്ച് ചിക്കനെ കടിക്കാം. യെസ്. ഇവന്റെ കൂടെ എനിക്ക് ആ സാധനം കിട്ടിയതാ. ഏതാണ്? യെസ് ആണോ? യെസിന്റെ ആളാണ്. യെസിന്റെ ആളാണ്. യെസ് പറയാൻ മാത്രം. കമോൺ അനുരാഗിനെ കൊല്ലാണില്ലേ? നീ എങ്ങാണെങ്കിലും നീങ്ങടാ. അനുരാഗ് വെറുതെ നിൽക്കല്ലേ. നീ ഇങ്ങനെ കൊല്ലുള്ളൂ. ഇനി ആളുണ്ടാ? അറിയില്ല. രണ്ട് ബുള്ളറ്റ് കൊടുത്താൽ മതി. ഓ എന്നിട്ട് പോലും അവർക്കെന്നെ വേണ്ട. എന്തൊരവസ്ഥ. വേണ്ടാത്തൊരവസ്ഥ. ഇപ്പൊ എന്താണ്
വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തപസ്സല്ല സുഖപ്രദം ആണല്ലോ. ഇങ്ങ് പോര്. അതെ വരിക. എടാ ഞങ്ങളുടെ കള്ളം കയറി അറിഞ്ഞ? ഇല്ല, ആ ഞങ്ങളുടെ ഇവിടെ ഒരു എവിടാ കള്ളം നീ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അടിക്കണെടുത്താ? ആ രാത്രി ഞങ്ങ ഉറങ്ങാറില്ലല്ലോ. ഇയാള് നൈസായിട്ട് വന്ന് കേറിട്ട് അപ്പുറത്തെ വീടിനങ്ങാട് പോണത് ഞാൻ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങിണ്ടായിരുന്നു രാത്രി 2 മണിക്ക്. എന്നിട്ട് അപ്പൊ ഞാൻ ഇയാളെ കണ്ട്, ഞാൻ ബ്ലാക്ക് ഡ്രസ് ഇട്ടേക്കണ കാരണം ഇയാൾ എന്നെ കണ്ടില്ല. ഇയാള് അപ്പോഴേക്കും കറക്റ്റായിട്ട് ഇവിടെയുള്ള കമ്പനിക്കാരൻ എന്നെ കറക്റ്റായിട്ട് ഫോൺ ചെയ്ത്. അപ്പൊ ഫോൺ വന്നെ കേട്ടപ്പോ ഇയാള് അപ്പുറത്തെ വീടിന്റെ ഫ്രണ്ടിലൊരു ഇതുണ്ട്, ചെറിയൊരു ടേബിൾ ഉണ്ട്, അതിന്റെ അടിയിൽ കയറിയിരുന്നു. എന്നിട്ട് പിടിച്ചാ? ആ പിടിച്ച അയാളെ. അപ്പൊ ഞാൻ എന്നിട്ട് എടാ ഇങ്ങടെ ഒറ്റ വഴിയാണേ, വേറെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊന്നും പോകാൻ പറ്റൂല, ഫുള്ള് വീടുകളാണ് ചുറ്റും, ലോക്കായി. ഞാൻ നേരെ അപ്പുറത്തോട്ട് നടന്നു പോയിട്ട് ഇയാളെ നൈസായിട്ട് ഞാൻ ഇങ്ങോട്ട് വിളിച്ച്, ഇങ്ങോട്ട് പോര്, ഞാൻ കണ്ട്. ഓടിക്കഴിഞ്ഞാൽ നല്ല ഇടി കിട്ടും, ഓടിക്കഴിഞ്ഞാൽ നല്ല ഇടി കിട്ടും, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. എന്നിട്ട് പോലീസുകാരെ വിളിച്ച് അടുത്തുള്ള വീട്ടുകാരൊക്കെ വിളിച്ച് എല്ലാരെയും കാണിച്ചു. വേറെ കഥയൊന്നുമില്ല, അവിടെ അനങ്ങാതിരുന്ന അല്ലെങ്കിൽ ഇടിയുള്ളൂന്നല്ലേ മൂട്. പുള്ളി പേടിച്ചിട്ട് ആക്രമിച്ചൊന്നുമില്ലല്ലേ? അവിടെ ഇരുന്നേച്ച് ഇവിടത്തെ സ്വദേശിയാണ്, മലയാളിയല്ലേ? ആ ഉദയ കോളനിയിലുള്ള. പ്രായമുണ്ടോ പുള്ളിക്ക്? പിന്നെ 19 വയസ്സുണ്ട്. പുള്ളി ജയിലിൽ നിന്ന് ഇറങ്ങിയല്ലടാ. പോലീസുകാർ വന്നപ്പോ മറ്റേ ആക്ഷൻ ഹീറോ ബിജിൽ ചെയ്ത് സാറേ എന്ത് പറ്റുന്ന സാറേ, എനിക്കറിയാൻ പാടില്ലെന്ന് അറിയില്ലേ പുള്ളി. ഇത് നീ എപ്പ ഇറങ്ങിയടാന്ന് ചോദിച്ചു വന്നപ്പോ തന്നെ. ഇന്നലെ സാറേ അങ്ങാട് തന്നെ തിരിച്ചു നീ കണ്ടില്ല നിന്നെ പിടിച്ച് പണിയാനാണ്, സൂക്ഷിക്കണം. കയ്യില് വല്ല സാമാനൊക്കെ ഉണ്ടോ മണ്ടയിലേ? ഞങ്ങ അപ്പൊ തന്നെ ഫുള്ള് തപ്പിയടാ, ഉമ്മറെ പോക്കറ്റും. ആളെ കൂട്ടിയല്ലേ അപ്പൊ തന്നെ? അപ്പൊ തന്നെ മറ്റേ കമ്പനിക്കാരനെ വിളിച്ച് പുറത്തിറക്കി. ആളുണ്ടോ? ബോട്ടാണത്. അടിക്കണ്ടായിരുന്നേ. ഇവനായിരുന്നോണ്ടത് പിന്നെ ഓരോ മോനാണോ നോക്കട്ടെ. ഇവനല്ലട്ടാ. എടാ പുറകില് ആ ഭാഗത്ത് ആൾക്കാരൊക്കെ തല്ലുമ്പോ നോക്കി തരണോട്ടാ. ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു കിളവൻ കൊണ്ട് വണ്ടി ഇടിച്ചിട്ട്. ഇല്ല തല്ലിയൊന്നുമില്ലടാ, ഒന്നും ചെയ്തില്ല. പുള്ളിനെ 3 പെമ്പിള്ളേരെ തല്ലിക്കൊന്നിരുന്നു. അതല്ല, ഒരു സൈഡിൽ വണ്ടി നിർത്തിട്ടേക്കണേട്ടാ, അതിന്റെ പുറകിൽ ഒരാള് കൂട്ടത്ത് കാറിടിക്കും. അയാള് താഴത്തേക്ക് ഇറങ്ങി കഴിയുമ്പില്ലേ താഴത്തേക്ക് ഇറങ്ങി കഴിയുമ്പോ എന്റെ അടുത്ത് ഇനിമി ഇറങ്ങി. കത്തല്ലേ എടാ. എന്നിട്ട് ആ വണ്ടിന്ന് ഇറങ്ങി കഴിയുമ്പോ അവിടെ നിന്ന് നാട്ടുകാരനില്ലടാ, ഇയാളെ കാരണം അടി അടിക്കും. ഇയാളെ മരിച്ചോടാ. എന്നിട്ട് അവന്റെ അടുത്തേക്ക് കേസ് വരും, ആളെ കത്തു പോവും. ഒരു കാര്യം ഉണ്ടായില്ലേ? ഒരു കാര്യം ഉണ്ടായില്ല. ബുള്ളറ്റ് എടുക്കണ്ടോ? അങ്ങോട്ട് എടുത്തോ.
എന്താ 3x കാണാനല്ലോ? 3x ആയിരിക്കും കിട്ടിയ. എന്നാലും 6 4x എന്തെങ്കിലും ഉണ്ട്. എന്റെ 6 ഇട്ടുണ്ട് 6 ഇട്ടുണ്ട്. അപ്പത്തിന്റെ I got ചെക്കനോട് supplies. ക്രിയേറ്റ് ചെയ്യാൻ. ഞാനിപ്പോഴാണ് ചെക്ക് ചെയ്തത്. എന്റെ എടപ്പട്ടി ആദ്യം ലൈഫല്ലേ അടിക്കണ്ടേ, അത് കഴിഞ്ഞിട്ടല്ലേ നമ്മള് ഇതൊക്കെ നോക്കുള്ളൂ. ഉണ്ടോ? അതെ അതെ. ഡ്രോപ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഡ്രോപ്പ് എടുക്കാൻ വരണ്ട ആരെങ്കിലും? ഞാൻ വരാം. പറക്കണ സാധനം തീർന്നായി. മറ്റേ സാധനം M3 പണിന്റെ അത്. Marked an airdrop. പുറകിലടി. മാറിക്കോട്ടെ, അവര് സീനാണ്. ശരി, അവരിപ്പ ഇങ്ങോട്ട് വരും. എവിടെന്നാ അടി? പുറകില് വണ്ടി വന്നിട്ടുണ്ട്. പുറകിൽ നിറവ് എവിടെയായിട്ട് വരും? വീടിന്റെ Marked a ഭാഗത്ത് location. അങ്ങോട്ട് തന്നെ പോവാം. നമുക്ക് ഓരോ ടീമിനായിട്ട് എടുക്കാം. നമുക്ക് വീടിന്റെ Marked a location. കണ്ടു. GTL ഗോഡ് എന്നൊക്കെ കൊണ്ടി പറയാ. ഫുൾ സ്കോഡാണോ അവന്മാര്? നീ എവിടെയാണ് സജിലെ? കിടന്ന് പറന്നു പോകേണ്ടി വന്നു. വിഷയമായി പോയാണ്. ഇവിടെ രണ്ടും ഇവിടെ അടിക്കുന്നു. Your teammates can still അവന്മാര് റൈറ്റിലാണ്, റൈറ്റ് സൈഡ്. ഞാൻ Marked a location. ഇവിടെ നിനക്കൊക്കെ റീകോൾ ഉള്ളതല്ലേ? എനിക്ക് റീകോളുണ്ട്. പെട്ടെന്ന് ഇപ്പൊ തന്നെ വരും. എനിക്കും റീകോൾ ഉണ്ട്. 20 സെക്കൻഡേ ഉള്ളു. എടാ എല്ലാവർക്കും റീകോൾ ഉണ്ട്, പക്ഷെ 16 സെക്കൻഡേ ഉള്ളു. എടുക്കാൻ പറ്റുമോ? പെട്ടെന്ന് നിതിനെ ചാട്ടാ. 5 സെക്കൻഡ് നിൽക്കണം. I'm recalling a teammate. ഇല്ല കിട്ടും. കിട്ടി തിരിച്ചു വന്നു. അയ്യോ പോയി. ജസ്റ്റ് ഒരു സെക്കൻഡ് വ്യത്യാസം. സെക്കൻഡ് വ്യത്യാസം പോയി. സെക്കൻഡ് അല്ല, മൈക്രോ സെക്കൻഡ് വ്യത്യാസം. Awesome. ഇടിപണ്ണാണെങ്കിൽ എന്തോക്കാനെന്നൊക്കെ. ഫ്രണ്ടിൽ തന്നെ ഉണ്ട് 4 പേര്. അടിച്ചെന്ന് തോന്നാണ്. മിക്സിനെ അടിച്ച നിന്നേക്കാം. Marked a location. അടിച്ചല്ലോട്ടെ. ഇവിടെ നിന്നിട്ടേ ബോറടിക്കും എനിക്ക്. Good luck, mate. പോയാ അവിടെ തന്നെ ഡ്രോപ്പിന്റെ അവിടെ അവിടെ ഓടണുണ്ടായിരുന്നില്ലേ? ഒരുത്തനെ കണ്ടായിരുന്നു. ദേ ഓടണല്ലേ? ഈ സൈഡിലുണ്ട്. എന്റെ കുറച്ച് മോട്ടിവേഷൻ കൊടുക്ക. പാണ്ഡിതരുടെ സാധനമല്ലേ നോക്കിട്ട് എന്തേ മോട്ടിവേഷനാ. മോട്ടിവേഷൻ അവിടെ മേലെ കിട്ടിയില്ലല്ലേ? എന്തായാലും അങ്ങോട്ട് പോവാൻ നിൽക്കണ സോണിലേക്ക്.
ഓ പട്ടി അപ്പുറത്തോട്ട് പോയിക്കളത്. നേരത്തെ റൈറ്റ് കൂടി ഓടിയവന്മാരെ എവിടെ ഒന്നാവും. സമരം മിഡിഷ്യന്റെ അകത്തുണ്ട്. Do or die. ഇന്നലത്തോട്ട് അടിക്കോ? വരുന്നുണ്ട് പട്ടി. ചത്തട ഒന്നും ചെയ്യാൻ പറ്റൂല. നിനക്ക് മറ്റേ ഇതില്ലേ? അതുണ്ട്, പക്ഷെ അത് ഞെക്കണമെങ്കിൽ അനങ്ങാണ്ട് നിക്കണോടാ. നടക്കൂല എന്നാലും. ഇങ്ങോട്ട്